നടത്തിയിട്ടുണ്ടല്ലോ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه والفائزين برضا الله أما بعد. നമ്മള് കഴിഞ്ഞ 2-3 ക്ലാസ്സിലൊക്കെ സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണ നിയമങ്ങൾ, അതിന്റെ പാരായണ ശാസ്ത്രം, അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അങ്ങനെ നമ്മൾ ഫാത്തിഹന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വിഷയം പറഞ്ഞു തുടങ്ങിയത് സംഗതി 4 ആളുള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നോ എന്നറിയില്ല. ഏതായാലും ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ നിസ്കാരത്തിന്റെ കൗലിയായ ഫർദുകൾ, അത് നമ്മൾ കൗലാണ്, വാക്കുകൊണ്ട് നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ അക്ഷരങ്ങളൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞിരുന്നത്. ആ കൂട്ടത്തിൽ നമ്മൾ ഫാത്തിഹ എണ്ണിയത്. ആദ്യം തക്ബീറത്തുൽ ഇഹ്റാമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ സൂറത്തുൽ ഫാത്തിഹ. തക്ബീറത്തുൽ ഇഹ്റാമിൽ അല്ലാഹു അക്ബർ, അള്ളാഹ് എന്ന് പറയുമ്പോ നാവ് എവിടെ തട്ടണം? ലാമ് പറയുന്ന സ്ഥലത്താണ് തട്ടേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അക്ബർ, ആ ഹംസയെ കനപ്പിക്കരുത്, ആ എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ കാഫിന് സുക്കൂന് വരുന്ന സമയത്ത് ഒരുപാട് കാറ്റ് പോകരുത്, അക് അങ്ങനെ പറയരുത്, അക് അത്ര കേട്ടാൽ മതി. ഉച്ചരിക്കുന്ന സമയത്ത് താഴെ ചുണ്ടിന്റെ പള്ള, ഈ പിന്നെ ചുണ്ടിന്റെ മേൽഭാഗം, നനവുള്ള ഭാഗം, അവിടെ മേൽചുണ്ട് തട്ടിക്കുക. പിന്നെ റായിന് തസ്ഖീം കൊടുക്കുക, അങ്ങനെ കനപ്പിച്ചിട്ട് പറയാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ഫാത്തിഹ തുടങ്ങിയതാ. പിന്നെ 2-3 ക്ലാസ് ഫാത്തിഹ തന്നെയായിരുന്നു. ഇനി ആ ഓർഡറിൽ ഇങ്ങനെ വരുമ്പോ അടുത്ത കൗലിയായ ഫർദായിട്ട് വരുന്നത് ഏതാണ്? അത്തഹിയ്യാത്ത് ഓതുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത കൗലിയായ ഫർദ് അത്തഹിയ്യാത്താണ്. പിന്നെ അതുപോലെ തന്നെ സ്വലാത്ത്, സലാം, ഈ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോ ഏതായാലും ഇന്ന് ആളുകൾ കുറവാണ്. കുറച്ചാളുകളൊക്കെ വരുന്നു വിചാരിക്കും. ഞാൻ ഇന്ന് ഉദ്ദേശിച്ചിരുന്നത് ഫാത്തിഹയിൽ നിർബന്ധമായിട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫാത്തിഹയിൽ നിഷിദ്ധമായ കാര്യങ്ങളും, നിസ്കാരത്തിന് കോട്ടം വരുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് പറയാമെന്നാണ് വിചാരിച്ചിരുന്നത്. എല്ലാവരും കേൾക്കേണ്ടതായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ക്ലാസ് പല കാരണങ്ങളാൽ ഞാൻ കുറച്ച് ഹോസ്പിറ്റൽ കേസിലൊക്കെ പെട്ടതുകൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഏതായാലും അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ഇന്ന് അത്തഹിയ്യാത്ത് അതിലുള്ള അക്ഷരങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഷെയർ ചെയ്തിട്ട് അത്തഹിയ്യാത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വലാത്തും സലാം, ഈ കാര്യങ്ങൾ നമുക്കിന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. റെക്കോർഡ് ക്ലാസ് ബാക്കിയുള്ളവർ കേൾക്കുന്ന ഇൻഷാ അല്ലാഹ് നമുക്ക് സമാധാനിക്കാം. ഓക്കെ, അപ്പോ സംസ്കാരത്തിന്റെ കൗലിയായ ഫർദുകളിൽ പെട്ടത് തന്നെയാണ് എന്ത്? അത്തഹിയ്യാത്ത്. ഇനി അത്തഹിയ്യാത്ത് പിന്നെ നമ്മൾ ചൊല്ലുന്ന സമയത്ത് അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ മദ്രസയിൽ നിന്ന് ഒരു പക്ഷെ 3-ാം ക്ലാസ് എന്നൊക്കെ പഠിച്ചതായിരിക്കും അത്തഹിയ്യാത്ത്. നിങ്ങള് ഇപ്പൊ ഉള്ള 3 ആളുകൾ അല്ലെങ്കിൽ 4 ആളുകൾ നിങ്ങൾ മനസ്സിൽ അത്തഹിയ്യാത്ത് ഒന്ന് സ്ലോ ആയിട്ടൊന്ന് ചൊല്ലി നോക്കി. പിന്നെ വീഡിയോയിൽ വന്നിട്ട് ചൊല്ലിത്തരേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ചൊല്ലാൻ താല്പര്യമുള്ളവർക്ക് ചൊല്ലട്ടോ. നിസ്കാരത്തിലല്ല എന്നുള്ള രീതിയിൽ നമ്മൾ അത്തഹിയ്യാത്ത് മനസ്സറിഞ്ഞിട്ട് അത് ഇങ്ങനെ സ്ലോ ആയിട്ട് അത്തഹിയ്യാത്തുൽ മുബാറകാതുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്, അങ്ങനെ അക്ഷരങ്ങളൊക്കെ ഏതൊക്കെയാണ് അക്ഷരങ്ങൾ എന്നൊക്കെ ഒന്ന് ഓർത്ത് ചൊല്ലിയാല് ഇന്ന് ആമീൻ പറയുന്നത് പറയാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഈ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം. നമുക്ക് കുറച്ച് ആളുകളുള്ളൂ. അപ്പൊ ഈ അത്തഹിയ്യാത്തിന്റെ വിഷയങ്ങളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അക്ഷരങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ഇവിടുത്തെ ക്ലാസ് നമുക്ക് കുറച്ചുകൂടി ആളുകൾ കേൾക്കുമല്ലോ. ലൈവില് കേൾക്കുക എന്നുള്ളത് അത് പിന്നെ വേറെ തന്നെയാണ്. നമ്മള് റെക്കോർഡ് കേൾക്കുക എന്നുള്ള അത്ര ശ്രദ്ധ കിട്ടൂല. ലൈവ് ആകുമ്പോഴാണ് നമുക്ക് ഒരു ക്ലാസ് ആകുമ്പോൾ ഒരു ഇന്ററാക്ഷൻ വേണ്ടേ. ഇവിടുത്തെ ക്ലാസ്സിൽ സംസാരിക്കട്ടോ. അപ്പോ പറഞ്ഞു നിങ്ങൾ അത്തഹിയ്യാത്ത് ഒന്നും ഇങ്ങനെ മനസ്സിൽ ചൊല്ലി നോക്കി.
എല്ലാം ചൊല്ലിയാൽ അതിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. കിട്ടുന്നുണ്ടെങ്കിലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഒരുപക്ഷെ അത് പ്രയാസമാവും. അത് നമ്മൾ ചെറുപ്പം മുതൽ അങ്ങനെ കേട്ട് പഠിച്ചു വന്ന ഒരു സാധനമാണ്. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പഠിഞ്ഞു. പിന്നെ അത് ഒരു നിസ്കാരത്തിൽ എന്തായാലും നമ്മൾ 2 വട്ടം തയ്യാത്തല്ലും. അപ്പൊ അങ്ങനെ ചൊല്ലി 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 പഠിഞ്ഞു പോയ സംഭവമാണ്. കാണാതെ പഠിച്ചു. പിന്നെ അത് ഇങ്ങനെ പ്രാക്ടിക്കൽ അല്ലേ, ജീവിതത്തിൽ ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നാവിൽ വരണം. തഹിയ്യാത്തുൽ മുബാറക അങ്ങനെ പോവാണ്. ഇതിൽ അക്ഷരങ്ങൾ ഏതാണെന്നോ ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊന്നും നമുക്ക് എന്തില്ല, വശല്ല. ഇതിന്റെ പിന്നെ അർത്ഥതലങ്ങളിലേക്ക് കടക്കുകയല്ല. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ചില അക്ഷരങ്ങൾ നമുക്ക് വിട്ടുപോകും. ഇതൊരു പക്ഷേ നമ്മുടെ നിസ്കാരത്തിന് കോട്ടം വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണ്, വായ കൊണ്ട് ഉച്ചരിക്കൽ ഫർദായ സംഗതിയാണ് തഹിയ്യാത്ത് എന്ന് പറഞ്ഞത്. തഹിയ്യാത്തും അതുപോലെ തന്നെ സ്വലാത്തും സലാമും, ഈ 3 കാര്യങ്ങളും. ഓക്കെ, അപ്പോ ഞാനത് ഷെയർ ചെയ്ത് കാണിക്കാം കേട്ടോ. അതിനു മുമ്പ് ഈ ഇതിലുള്ള ആർക്കെങ്കിലും അതൊന്ന് ചൊല്ലിത്തരാൻ പറ്റുമോ? ഓക്കെ, ആരും കുഴപ്പമില്ല. ഓക്കെ, ശരിക്കും കാണുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? ഓക്കെ, ഇതില് പിന്നെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ അക്ഷരങ്ങളും ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒന്നാമത്തത് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു. ഇത് അത്തഹിയ്യാത്തിന്റെ ക്ലാസ് അല്ല കേട്ടോ, നമ്മള് ഖിറാഅത്തിന്റെ ക്ലാസ് തന്നെയാണ്. പക്ഷെ ഈ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അവിടെയാണ് നമ്മളെല്ലാവരും സാധാരണ വഖഫ് ചെയ്യുന്ന ഒരു ഭാഗം. അപ്പോ കൂടുതൽ ആളുകളും ഹംസ് ഉണ്ടാവില്ല. അവർ ഉച്ചരിക്കുമ്പോൾ നേരെ തഹിയ്യ തഹിയ്യ എന്നാ പറയുള്ളൂ. അത്തഹിയ്യാത്തു പിന്നെ ഹ ഒക്കെ ഹ ആയിട്ടാണ് ഉച്ചരിക്കുക. കൂടുതൽ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. നമ്മളെ അടുത്തുള്ള ഒരാൾ ഉറക്കെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് തന്നെ കേട്ടാൽ മനസ്സിലാവും. അത്തഹിയ്യാത്തു അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു. സ്വാദൊക്കെ സ്വാ എന്നാ പറയാം. അപ്പൊ വാവും കൂടി വരും. സ്വാ എന്നാ പറയാം. ശരിക്കും അങ്ങനെയുള്ളത് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു. തയ്യിബാത്ത് അല്ല, ത്വയ്യിബാത്തു ലില്ലാഹ്. വഖഫ് ചെയ്യണ സമയത്ത് ഹാ കേൾക്കണം, ലില്ലാഹ് ഹാ കേൾക്കണം. അല്ലെങ്കിൽ ലില്ലാ എന്ന് മാത്രം പറഞ്ഞാൽ ഹാ ഉണ്ടാവില്ല, ലില്ലാ ലാമ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇവിടെ ഇതേപോലെ തന്നെ നമ്മൾ ലില്ലാഹ് വഖഫ് ചെയ്തിട്ട് പിന്നെ കൂട്ടി പിന്നെ അടുത്ത വാക്കെന്ന് പറയുമ്പോൾ അസ്സലാമു അലൈക എന്ന് പറയുള്ളൂ. ഒന്നാമത് നമ്മൾ സ്പീഡിൽ ചൊല്ലി പോവാണ്, നമുക്ക് സമയമില്ല എല്ലാവർക്കും. അപ്പൊ നമ്മള് സ്പീഡിലാണ് അത്തഹിയ്യാത്ത് ചെല്ലുക. അസ്സലാമു അലൈക അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. അസ്സലാമു സ്വാദല്ല സീനാണ്. അസ്സലാമു അലൈക, അലൈക്കന്റെ അവിടെ ഐനാണ്, ഹംസല്ല. അപ്പൊ ഇത് ശരിക്ക് പിന്നെ നോക്കി പഠിക്കന്നെ വേണം. നമ്മളൊക്കെ ശരിക്ക് മദ്രസയിലെ ബുക്ക് എടുത്തിട്ട് ഒന്നും കൂടെ തയ്യാറ് നോക്കി പിന്നെ പഠിക്കേണ്ടതുണ്ട്. കാരണം എന്തായാലും അസ്സലാമു അലൈക അസ്സലാമു അലൈക എന്ന് പറയുള്ളൂ. അസ്സലാമു അലൈക അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇവിടെ മണിക്കണം എന്നല്ലോ പറഞ്ഞത് നൂനിനെ, പക്ഷെ മഖാജുകൾ ക്ലിയർ ആവണം. വറഹ്മത്തുള്ള ആവരുത്, വറഹ്മത്തുള്ളാഹ് വറഹ്മത്തുള്ളാഹി വബറകാത്തു വബറകാതുഹു. അസ്സലാമു അലൈന, വീണ്ടും മുകളിൽ പറഞ്ഞ പോലെ തന്നെ അസ്സലാമു അലൈന ഐൻ അലൈന വഅല. വഅല ഇബാദി ആണ്, വഅല അല്ല. അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞാല് എത്ര ഐനുണ്ട്? 3 ഐനും ഹംസ് പോലും അല്ലാതെ നമുക്ക് ഉച്ചരിക്കുന്നത്. അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ ശരിയാവൂല. അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ. സ്വാലിഹീൻ അവിടെയും ഹ ആണ്. സ്വാലിഹീനൊക്കെ എന്തായാലും സ്വാലിഹീനെ പറയുള്ളൂ നമുക്ക്. സ്വാലിഹീൻ സ്വാലിഹീൻ അല്ല സ്വാലിഹീൻ, ഹ ആണ്, അർത്ഥം മാറിപ്പോ. പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെയാണ് പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. അഷ്ഹദു വല്ല എന്ന് നമ്മൾ പറയാം. അഷ്ഹദു അല്ല, അവിടെ ഒരു ഹംസ ഉണ്ട്. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ മൊത്തത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൽ മാത്രം നോക്കി
1 2 3 4 4 ഖത്ഇന്റെ ഹംസ, ഉച്ചരിക്കേണ്ടതായ 4 ഹംസയിലുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാല് ഒരു ഹംസും ഹംസായിട്ടില്ല. എങ്ങനെ പറയണം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ തന്നെ ഉച്ചരിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ വഅഷ്ഹദു അന്ന, വഅഷ്ഹദു അന്നല്ല, വഅഷ്ഹദു അന്ന, ഹംസ് ഹംസായിട്ട് തന്നെ കേൾക്കണം. അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അള്ളാഹ് എന്ന് പറയുമ്പോൾ അവിടെ അവസാനം ഹാ കേൾക്കണം, നിർബന്ധമായിട്ടും കേൾക്കണം. അല്ലെങ്കിൽ റസൂലുള്ളാഹ്, ഹാ ഇല്ലെങ്കിൽ അള്ളാഹ് എന്നാവൂല. റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ എന്നല്ലേ? തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ റസൂൽ. മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദർ റസൂലുള്ളാഹ്. അത് ശരിക്കും കേൾക്കണം. ഓക്കെ. അപ്പോ ഈ തഹിയാത്തിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹാകള്. തഹിയാത്തിലുള്ള തഹിയാത്ത്, അതുപോലെ തന്നെ റഹ്മത്തുള്ളാഹ്, സാലിഹീൻ, ഈ 3 സ്ഥലങ്ങളിൽ, പിന്നെ മുഹമ്മദൻ. പിന്നെ ഐനുകൾ ഒരുപാട് ഐനുണ്ട്. അസ്സലാമു അലൈക, അസ്സലാമു അലൈന, വഅല ഇബാദി, ഈ സ്ഥലങ്ങളൊക്കെ. പിന്നെ താഉം സ്വാദും നമ്മൾ മുമ്പേ പറഞ്ഞു വെച്ചതാണ്. പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പിന്നെ അതുപോലെ തന്നെ അയ്യുഹ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഹംസുകൾ ഒക്കെ ഖത്ഇന്റെ ഹംസാണ്. ഖത്ഇന്റെ ഹംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് പിന്നെ ഫാത്തിഹയൊക്കെ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഊട്ടി ഓതുന്ന സമയത്താണെങ്കിലും നല്ല ഹംസ് ക്ലിയർ ആയിട്ട് എന്നുള്ള ശബ്ദത്തിൽ തന്നെ കേൾക്കണം, ഉച്ചരിക്കേണ്ട ഹംസ്. അപ്പൊ അങ്ങനത്തെ ഹംസുകൾ വന്ന സ്ഥലങ്ങളിലൊക്കെ ഹംസ് ഹംസായിട്ട് തന്നെ കേൾക്കണം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അത്തഹിയാത്ത് ശരിക്കൊന്ന് പിന്നെ ചൊല്ലി നോക്കുക, ഒന്ന് ചൊല്ലി നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട്. التحيات المباركات الصلوات الطيبات لله. السلام عليك أيها النبي ورحمة الله وبركاته. السلام علينا وعلى عباد الله الصالحين. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. അങ്ങനെ ചൊല്ല. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചൊല്ലേണ്ട എന്താണ്? സ്വലാത്താണ്. പിന്നെ സലാം. ഈ സ്വലാത്ത് ഒരുപാട് പിന്നെ പല രീതിയിലുള്ള സ്വലാത്തുണ്ട്. ഏറ്റവും നിർബന്ധമാക്കപ്പെട്ടത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നബിന്റെ പേരിലുള്ള സ്വലാത്ത്, നബിന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്താണ് ഏറ്റവും ഫർളായിപ്പെട്ടത്. അതിനപ്പുറത്ത് പിന്നെ സുന്നത്തായിട്ടാണ് വരുന്നത്. ഇബ്രാഹിമിയ സ്വലാത്ത് അതിലേറെ പിന്നെ കുറച്ചുകൂടി സുന്നത്താണെന്ന് മാത്രം. അപ്പോ ഈ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നുള്ള പറയുന്ന സ്ഥലത്ത് കൂടുതൽ ആളുകൾക്കും ഐന് ഉണ്ടാവില്ല. എന്തായിരിക്കും? അല്ലാഹുമ്മ സ്വല്ലി അലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ എന്ന് പറയും. ഇപ്പൊ നമ്മുടെ നാട്ടില് മദർസകളിലൊക്കെ സ്വലാത്ത് ചൊല്ലി കൊടുക്കലുണ്ടല്ലേ കുട്ടികളെ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണ്ട്. ശരിക്ക് നമ്മൾ ഇതൊക്കെ ഒന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. മദ്രസയിൽ കുട്ടികളെ സ്വലാത്ത് ചെല്ലുമ്പോ ഈ സ്വലാത്ത് കേട്ടിട്ടായിരിക്കും കുട്ടികൾ മറ്റുള്ള കുട്ടികളൊക്കെ ചെല്ലുക, പഠിക്കുക. അപ്പൊ ഇത് ക്ലിയർ അല്ലെങ്കിലോ, എല്ലാ മദ്രസനെ കുറ്റം പറയില്ല കേട്ടോ, ഇത് ശരിക്ക് ചെല്ലണം. കാരണം സ്വലാത്ത് എപ്പോഴും ചെല്ലേണ്ടതാണ്. പക്ഷെ നമ്മൾ ചൊല്ലണ സമയത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം, ആ ഒരു ബെല്ല് കേൾക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കും ഇത് ഇങ്ങോട്ട് ചൊല്ലി വിടുകയാണ്. ഇത് അക്ഷരങ്ങൾ ശ്രദ്ധിച്ചിട്ടല്ലേ സ്വലാത്ത് ചെല്ലേണ്ടത്. കാരണം നിസ്കാരത്തിൽ നിർബന്ധമായ കാര്യമല്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, സ്വല്ലി അല, ഐനും പിന്നെ നല്ല ക്ലിയർ ആയിട്ട് ഐൻ തന്നെ ആവണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം, അത് പിന്നെ സുന്നത്തായിട്ട് വരും. അപ്പൊ ഫർളായിട്ടുള്ള അല്ലാഹുമ്മ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹുമ്മ എന്ന് പറയുമ്പോ അള്ളാ ആ ലാമിലാണ് എഴുതിയിട്ടുള്ളത്, കണ്ടില്ലേ? ലാമിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോ ലാമിന്റെ മഖ്റജിൽ തന്നെ തട്ടണം. എവിടുന്ന ലാമിന്റെ മഖ്റജ്? മേലെ മുൻപല്ലിന്റെ ബാക്കിലുള്ള ഊനിലാണ് തട്ടേണ്ടത്, നാവിന്റെ തല. അപ്പോ അവിടെ തന്നെ തട്ടണം. അള്ളാ, നാവ് ഇങ്ങനെ മുമ്പ് കൊടുത്തിട്ട് പല്ലുമ്പോ തട്ടിയിട്ട് അള്ളാ എന്ന് പറയുന്നത് അത് തെറ്റാണ്. അപ്പൊ അള്ളാഹൂല. ഓക്കെ. അല്ലാഹുമ്മ സ്വല്ലി, സ്വാദ്, സ്വല്ലി അലാ മുഹമ്മദ്, ഐൻ, ഐന് അല്ലാഹുമ്മ സ്വല്ലി അലാ, ഐന് ഐനായിട്ട് കേൾക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഓക്കെ. പിന്നെ മുഹമ്മദിന് ആയി പോകരുത്, തെറ്റാണ്. കാരണം നബിന്റെ പേര് മുഹമ്മദ് എന്നാണ്, മുഹമ്മദ് അല്ല. നമ്മുടെ നാട്ടിൽ വിളിച്ച് മുഹമ്മദ് എന്നുള്ളത് അവസാനം മയമാക്ക വരെ ആയില്ലേ. പിന്നെ ഇപ്പൊ എന്താ നമുക്ക് മുഹമ്മദ് എന്ന് ഉച്ചരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രയാസമായി തോന്നില്ല. പക്ഷെ ശരിക്കും എന്താണ് പേര്? മുഹമ്മദ്.
മുഹമ്മദ്. മുഹമ്മദ് നിസ്കാരത്തില് മുഹമ്മദ് മുഹമ്മദ് തന്നെ ആവണം. ഓക്കെ, അപ്പൊ സ്വലാത്തും കഴിഞ്ഞു, തശഹൂദ് കഴിഞ്ഞു, തഹിയാത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വലാത്തും കഴിഞ്ഞു. നിർബന്ധമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അവസാനം കൗലിയായ ഫർദിൽ പെട്ടത് എന്താണ്? സലാം വീട്ടുക. ഒന്നാമത്തെ സലാമാണ്. രണ്ടാമത്തെ സലാം ഫർദായിട്ടല്ല വരിക. അപ്പൊ ഒന്നാമത്തെ സലാം വീട്ടല് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. തലതിരിക്കുന്നതോടുകൂടി തലതിരിക്കുന്നതോടുകൂടി ഈ കൗല്, ഈ വാചകം നമുക്ക് പിന്നെ പറയൽ ഫർദ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ സലാമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെല്ലാവരും കാണുമ്പോഴും സലാം പറയും. നമ്മൾ ആരും ശരിക്കും സലാം പറയലുണ്ടാവില്ല. ഒരാളെ സലാം പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മൾ എന്തായാലും ഒരാളെ കുറെ കാലത്തിന് ശേഷം കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ പറയില്ല. നമ്മൾ എന്താ പറയാ? അസ്സലാമു അലൈക്കും. നമ്മൾ സലാം കൊണ്ട് എറിയലാണ്. പക്ഷെ ശരിക്കും എന്താ അവിടെ ഉള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ തന്നെയാണ് നിസ്കാരത്തിലും പറയണത്. അപ്പൊ നിസ്കാരത്തിൽ പറയുമ്പോ അതിന് അക്ഷരങ്ങളൊന്നും ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്നാവരുത്. അങ്ങനെ ആവണം. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, വറഹ്മത്തുള്ളാഹ്. ഇതില് മെയിനായിട്ട് നമുക്ക് വരുന്ന വലിയൊരു പശകുണ്ട്. ഞാൻ വീഡിയോയിൽ വന്നിട്ട് പറയാം. ആ, കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അല്ലെ? ഈ സലാം വിട്ടുമ്പോഴേ നമ്മള് പറയുമ്പോഴുള്ള വലിയൊരു തെറ്റുണ്ട്. ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നാണ്. മീമിന് ശേഷം വാവ് വന്നിട്ടുണ്ട്. ഈ മീമ് എവിടുന്നുള്ള അക്ഷര? മീമ്, മീമിന്റെ മഖ്റജ് എവിടെയാണ്? ടൈപ്പ് ചെയ്താലും മതി, അതറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. മീമിന്റെ മഖ്റജ്, മീം എവിടുന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത്? മീമും വാവും. ആരും ഇല്ല ഉത്തരം പറയാന്? പറയണത് കേൾക്കാത്തോണ്ടാണോ? രണ്ട് ചുണ്ട്, കറക്റ്റ്. രണ്ട് ചുണ്ടിൽ നിന്നാണ്, രണ്ട് ചുണ്ടുകളുടെയും ഇടയിൽ നിന്നാണ് മ എന്ന് പറയുമ്പോ അല്ലെ? മ, മീ, മു, സലാമു. വാവോ? വാവും ചുണ്ടും തന്നെയാണ് വരുന്നത്. അപ്പൊ ഇത് രണ്ടും ചുണ്ടെന്ന് വരുന്ന അക്ഷരങ്ങളാണ്. പക്ഷെ രണ്ടും രണ്ട് രൂപത്തിലാണ്. മീമ് പറയുമ്പോ മ, രണ്ട് ചുണ്ടും ഇങ്ങനെ കൂടി നിൽക്കണം അല്ലെ? മ. എന്നാ വാവ് പറയുമ്പോഴോ ചുണ്ട് ഇങ്ങനെ കൂർത്തിട്ടായിരിക്കും. വ, വ. ഒരിക്കലും വാവ് രണ്ട് ചുണ്ടുകൾ. മാഷാ അല്ലാഹ്. വാവ് പറയുമ്പോൾ ഒരിക്കലും പല്ല് ടച്ച് ചെയ്യരുത്. രണ്ട് തെറ്റാണ് ഇവിടെ നമ്മൾ സലാമിന് നമുക്ക് വരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള തെറ്റാണ് ആളുകൾക്ക് സംഭവിക്കുക. സംഗതി ഇത് സലാം പറയലാണ്, പക്ഷെ നിങ്ങൾ ഗൗരവത്തിൽ കേട്ട് മനസ്സിലാക്കേണ്ട വിഷയം തന്നെ. ഒന്ന്, അസ്സലാമു അലൈക്കും എന്നുള്ളത് വരെ കറക്റ്റ് ആണ്. പിന്നെ വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് പറയാം, വാ, വാ. വാ എന്നുള്ളത് ചുണ്ടിൽ തട്ടിയിട്ട് വരേണ്ട, പിന്നെ സോറി, പല്ലിൽ തട്ടിയിട്ട് വരുന്ന അക്ഷരമല്ല വാവ്. വാവിന്റെ മഖ്റജിൽ പല്ല് തട്ടരുത് എന്നാ പറഞ്ഞിട്ടുള്ളത്. പല്ല് തട്ടിയിട്ടല്ല പറയാം. എങ്ങനെ പറയണം? വ. രണ്ട് ചുണ്ടിൽ ഈ സൈഡ് ഇങ്ങനെ കൂർത്തു നിൽക്കണമെന്നാ പറയാ. വ, 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 ഉയി, വു, വ. ഓക്കെ, വ, വ എന്നല്ല, ഫ ആണ് തന്നെ പറയാം. നമ്മൾ ഇതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പിന്നെ സലാം പറഞ്ഞപ്പോ ഒന്നുകൂടി പറഞ്ഞോളൂ. വ, വ എന്നാ പറയാം. അപ്പോ ഒന്നുകിൽ മഖ്റജ് ഇവിടെ തട്ടും, അതൊരു തെറ്റാണ്. പിന്നെ ചില ആളുകള് അസ്സലാമു അലൈക്കും, ഈ സാക്കിനായ മീമാണ്. സാക്കിനായ മീം എന്ന് പറഞ്ഞാൽ മീമിന് എന്താണ് അവിടെ സുക്കൂനാണ് അല്ലെ? അസ്സലാമു അലൈക്കും, മീമിന് സുക്കൂനാണ്. അതിന് ശേഷം വാവ് വരുമ്പോ ചില ആൾക്കാർ എന്ത് ചെയ്യും? ഈ മീമ് ഫുള്ളായിട്ട് കേൾക്കൂല, ചുണ്ടാണ് കൂട്ടണീന് മുമ്പ് വാവ് ഉച്ചരിക്കും. അതായത് ഒരു തരം മണിക്കല് അതവിടെ വരും. അപ്പൊ അങ്ങനെ അസ്സലാമു അലൈക്കും വ, അസ്സലാമു അലൈക്കും വ, അസ്സലാമു അലൈക്കും. കറക്റ്റ്. രണ്ട് ചുണ്ട് കൂട്ടിയതിന് ശേഷം വാവ് ഉച്ചരിക്കണം. അസ്സലാമു അലൈക്കും വ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നുകൂടി പറഞ്ഞെന്നോന്ന് മാത്രം. അസ്സലാമു അലൈക്കും വ, കും, വ. കും എന്ന് പറഞ്ഞാൽ പിന്നെ വ എന്ന് പറയുമ്പോ ചുണ്ട് ഇങ്ങനെ ആവണം. വ, വ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ ഒരുപാട് പള്ളികളിൽ പോയാലൊക്കെ പിന്നെ ഇമാമുമാരെന്നെ ചിലപ്പോൾ തെറ്റിക്കുന്നത് കാണാം.
നമ്മള് ഇമാമുക്കളെ ശരിയാന്നല്ല പറഞ്ഞത്, പക്ഷെ നമ്മള് ശരിയായിട്ട് നമ്മള് ഉച്ചരിക്കണ്ടേ? ഇതൊന്നും വലിയ പണിയുള്ള കാര്യമില്ലല്ലോ. അസ്സലാമു അലൈക്കും വ അസ്സലാമു അലൈക്കും വ അങ്ങനെ തന്നെ ഉച്ചരിച്ച് പഠിക്കേണ്ടതുണ്ട്. പിന്നെ വറഹ്മത്തുള്ളാഹ്, ഒരിക്കലും ഹ ആവരുത്. വറഹ്മ എന്ന് പറയരുത്, വറഹ്മ എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം. ഈ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അസ്സലാമു അലൈക്കും എന്ന് പറയരുത്, അസ്സലാമു അലൈക്കും രണ്ട് ചുണ്ടും കൂട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് മാത്രം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഖൗലിയായ ഫർദില് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തക്ബീറത്തുൽ ഇഹ്റാമിനെ കുറിച്ച് പറഞ്ഞു, ഫാത്തിഹനെ കുറിച്ച് പറഞ്ഞു, പിന്നെ സ്വലാത്ത്, നിർബന്ധമായ സ്വലാത്ത്, തഹിയാത്ത് പറഞ്ഞു. അതിന്റെ ഇടയിൽ തഹിയാത്ത് പറഞ്ഞു, പിന്നെ സ്വലാത്ത് പറഞ്ഞു, പിന്നെ സലാം പറഞ്ഞു. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ഖൗലിയായതില് പിന്നെ ഓരോ അതിന്റെ പാരായണ രീതി, ശാസ്ത്രം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് ഫാത്തിഹയിൽ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫാത്തിഹക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ കുറച്ചുണ്ട്. പിന്നെ ആമീനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. ഇന്ന് ആളുകൾ വളരെ കുറവാണ്. കഴിഞ്ഞ 2 ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ക്ലാസ് എടുക്കാത്തത് കൊണ്ടായിരിക്കാം ഇൻഷാ അല്ലാഹ്. ഏതായാലും അടുത്ത ക്ലാസ്സിന് കുറച്ചുകൂടി ആളുകളെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. ഈ ആളുകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ആരും ഉണ്ടണില്ല. അത് നമുക്ക് അവസാനിപ്പിക്കല്ലേ? കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ്. റെക്കോർഡ് കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ നേരിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കന്നെ വേണം ഇൻഷാ അല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടതും പറഞ്ഞതൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ചെറിയ ക്ലാസ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 ഖൗലിയായ ഫർളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വിഷയങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഖുർആന്റെ തണലിൽ ജീവിച്ച് ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.